നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആന്ത്രക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോകരക്ഷകനായ യേശുദേവന്റെ തിരുപ്പിറവിയുടെ സ്മരണയുമായി മറ്റൊരു ക്രിസ്തുമസ് കൂടി. അൽ-ഫലാഹ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീലാദ് ഘോഷ നബിദിനം. വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും. ബിജെപി പ്രവർത്തകന്റെ കുടുംബത്തെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. പൊട്ടിയൊലിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകം. ചന്തപ്പുര മാധവമംഗലം റോഡിന് ശാപമോക്ഷമാകുന്നു. 4 മീറ്റർ മെക്കാഡം ടാറിംഗ് നടത്തുന്നതിനായി 3,20,00,000 രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി. വിശദമായ വാർത്തകളിലേക്ക്. ലോകരക്ഷകനായ യേശുദേവന്റെ തിരുപ്പിറവിയുടെ സ്മരണയുമായി ലോകമെമ്പാടും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. നിരാലംബരും നീതി നിഷേധിക്കപ്പെട്ടവരുമായ സ്നേഹത്തിന്റെ ശാശ്വത സാമ്രാജ്യം വാഗ്ദാനം ചെയ്ത് 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ തിരുവവതാരം ചെയ്ത യേശുനാഥന്റെ വഴികൾ കാരുണ്യത്തിന്റെയും പാപവിമോചനത്തിന്റേതുമായിരുന്നു. 2000 ആണ്ടുകൾക്കപ്പുറം ഡിസംബറിലെ കുളിരൂർന്ന അർദ്ധരാത്രിയിൽ കാലിത്തൊഴുത്തിൽ തിരുവവതാരം ചെയ്ത ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയിടത്തിലേക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയ ദിവ്യനക്ഷത്രങ്ങളുടെ ഓർമ്മയുണർത്തി ക്രിസ്തുമസ് രാവിങ്ങെത്തും മുൻപേ ലോകമെങ്ങും വിശ്വാസികൾ നക്ഷത്രവിളക്കുകൾ തെളിയിച്ച് വരവേൽപ്പിനൊരുങ്ങി കാത്തിരിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. പതിതരും മർദ്ദിതരും ചൂഷണം ചെയ്യപ്പെടുന്നവരും തിരസ്കൃതരും പെരുകിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലം സ്നേഹകാരുണ്യങ്ങളുടെ മഹാദീപ്തി ചൊരിഞ്ഞ ലോകരക്ഷകന്റെ ദർശനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. അസമാധാനത്തിൻ്റെയും അസന്തുഷ്ടിയുടെയും വൈരാഗ്യത്തിൻ്റെയും വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും എല്ലാം മത്സരബുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഈ കാലയളവിൽ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനുമാണ് ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ദർശനങ്ങളെയും ദേവാലയങ്ങളെയും പെരുമറയാക്കി കച്ചവടവും കാപട്യവും ഒഴിപ്പിച്ചവർക്കെതിരായി നിസ്വജീവിതങ്ങളുടെ വിമോചനത്തിനായി സ്നേഹസമതകളിൽ ഊന്നി നിന്ന് നിഷ്കപടമായി യത്നിച്ച ലോകഗുരുവിന്റെ സ്മരണ അനുയായികളും വിശ്വാസികളും ക്രിസ്മസ് പുണ്യരാവിൽ സാഘോഷം കൊണ്ടാടുകയാണ്. തിരുപ്പിറവി ആഘോഷങ്ങൾക്കായി ക്രിസ്തീയ ദേവാലയങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പുൽക്കൂടും നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് മരങ്ങളും വർണ്ണ വെളിച്ച വിധാനങ്ങളുമായി ദേവാലയങ്ങൾ കമനീയമായി അലങ്കരിച്ചിട്ടുമുണ്ട്. തിരുപ്പിറവി സ്മരണ പുതുക്കി പാതിരാ കുർബാനയും മറ്റ് സവിശേഷ പ്രാർത്ഥനാ ചടങ്ങുകളും ആഘോഷ പരിപാടികളും നടക്കും. ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങളിൽ മുഴുകിയിരിക്കുന്ന വിശ്വാസികൾക്കും മുഴുവൻ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. മുഹമ്മദ് നബിയുടെ 1489 ജന്മദിനം പയ്യന്നൂർ അൽ ഹലാത്ത് സെന്റർ, കേരള മുസ്ലിം ജമാഅത്ത് SYSS-SF കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. അൽ-ഫലാഹ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീലാദ് ഘോഷയാത്ര ഈ വഴികളിൽ പ്രവാചകാനുരാഗത്തിന്റെ പുഷ്പങ്ങൾ വാരി വിതറി കടന്നുവരുന്നു. AB സുലൈമാൻ മാസ്റ്റർ പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് പയ്യന്നൂർ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന നബിദിന സന്ദേശ റാലി
സംസ്ഥാന കേന്ദ്ര മുഷവാറാംഗം സയ്യിദ് ഹാമിദ് കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹാമിദ് കോയത്തങ്ങൾ തായ്നേരി, AB സുലൈമാൻ മാസ്റ്റർ, SP ഉമർ ഹാജി, അബ്ദുൾ റൌഫ് മുസ്ലിയാർ, ബഷീർ സഖാഫി, സക്രിയ മാസ്റ്റർ, KP അബ്ദുൽ അസീസ്, P മുഹമ്മദ് കുഞ്ഞിഹാജി എന്നിവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. റാലി സമാപനത്തോടനുബന്ധിച്ച് അൽഫലാഹ് സെൻറ്ററിൽ സംഘടിപ്പിച്ച മൗലിദ് ജൽസയ്ക്ക് സയ്യിദ് ഹാമിദ് കോയത്തങ്ങൾ നേതൃത്വം നൽകി. റാലിയിലും മൗലിദ് ജൽസയിലും നിരവധി ആളുകൾ പങ്കെടുത്തു. BJP പ്രവർത്തകന്റെ കുടുംബത്തെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. ബാലഗോകുലം ജില്ലാ സെക്രട്ടറി എരമം പുല്ലുപ്പാറയിലെ K രാജീവന്റെ ഭാര്യയെയും മക്കളെയുമാണ് 4 പേരടങ്ങുന്ന സംഘം വീട്ടിൽ കയറി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് സംഭവം. BJP ബാലഗോകുലം ജില്ലാ പ്രസിഡന്റും പെരിങ്ങോം മണ്ഡലം സഹകാര്യവാഹകുമായ K രാജീവന്റെ ഭാര്യയെയും മക്കളെയുമാണ് 4 പേരടങ്ങുന്ന സംഘം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തത്. 2 ബൈക്കുകളിലായി വീട്ടിലെത്തിയ അക്രമി സംഘം രാജീവന്റെ മൂത്ത മകൾ നന്ദനയോട് അച്ഛനെ അന്വേഷിക്കുകയും അച്ഛനില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ ചോദിക്കുകയും തോക്കും വടിവാളുമായി എത്തിയ സംഘത്തെ കണ്ട് ഭയന്ന കുട്ടി അമ്മയെ വിളിക്കാനായി ഓടിയപ്പോൾ സംഘം വീട്ടിൽ കയറി രാജീവന്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറിയതായും ദേഹോപദ്രവം ഏൽപ്പിച്ചതായുമാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ ബേക്കറിയിൽ ജോലി ചെയ്യുകയാണ് രാജീവൻ. സംഭവ സമയത്ത് ഭാര്യ ഭവിതയും മക്കളായ നന്ദന, 7 വയസ്സുകാരൻ കാർത്തിക്, 3 വയസ്സുകാരൻ ഋത്തിക് എന്നിവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി AP ഗംഗാധരൻ, മണ്ഡലം പ്രസിഡന്റ് MP രവീന്ദ്രൻ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി. വളരെ ഗുരുതരമായ ഒരു വിഷയമാണിത്. കാരണം നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിലൊന്നും തന്നെ ഇതുവരെ കാണാത്ത പുതിയൊരു രീതിയാണ് CPM കൈക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ ആക്രമിക്കുക എന്നുള്ളത് CPMൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന രീതിയാണ്. പക്ഷെ അവരുടെ വീട്ടിലുള്ള ഭാര്യമാരെയും കുട്ടികളെയും വീട്ടിൽ കയറി ആക്രമിക്കുക എന്ന് പറയുന്നത് CPMൻ്റെ പുതിയൊരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നും പ്രവർത്തകരുടെ കുടുംബത്തെ ആക്രമിക്കുന്ന CPMൻ്റെ രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു. പൊട്ടിയൊലിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര. ദുർഗന്ധം സഹിക്കാനാവാതെ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. മൂത്രം ഒഴുകുന്ന മാലിന്യം ഒഴുകുന്ന നഗരസഭ ഇതൊരു ബോർഡ് കൊണ്ട് മറച്ചു വെച്ചിന് മുഴുവൻ ആളുകളും കാണ്. ഈ നഗരസഭ എന്താ ചെയ്യുന്നതെന്ന് കാണ്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലേക്കാണ് മൂത്രപ്പുരയിലെ മാലിന്യങ്ങൾ പൊട്ടിയൊഴുകുന്നത്. ബസ് സ്റ്റാൻഡിനുള്ളിൽ പോസ്റ്റർ പതിക്കാനെത്തിയ നാട്ടുകാരാണ് സംഭവം ആദ്യം കാണുന്നത്. പൈപ്പ് പൊട്ടിയൊഴുകുന്നത് പുറത്തറിയാതിരിക്കാൻ ഫ്ലക്സ് ബോർഡ് കൊണ്ട് മറച്ച നിലയിലായിരുന്നു. ഈ ബോർഡ് എടുത്തുമാറ്റിയപ്പോഴാണ് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമായത്. ദിനംപ്രതി നിരവധി യാത്രക്കാർ എത്തുന്ന ബസ് സ്റ്റാൻഡിലാണ് ഈ ദുരവസ്ഥ. ക്ഷുഭിതരായ നാട്ടുകാർ സ്ഥലത്ത് തടിച്ചുകൂടുകയും പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നഗരസഭയുടെ പൊതുമൂത്രപ്പുരയിലെ മലിനജലമാണ് ഒഴുകിവരുന്നത്. ദൃശ്യത്തിൽ തന്നെ പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാകുന്നതിനാൽ ഞങ്ങൾ അധികം വാചാലരാകുന്നില്ല. മലിനജലം കെട്ടിക്കിടന്ന് രോഗങ്ങൾ പകരാൻ വഴിവെക്കാതെ ഉടൻ തന്നെ അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർക്കൊപ്പം ചാനലും അധികൃതരോട് ആവശ്യപ്പെടുന്നു. കുണ്ടയംകോവിൽ സഹൃദയ കലാ സാംസ്കാരിക പഠന കേന്ദ്രം നടത്തുന്ന 4ാമത് ഭരത് മുരളി നാടകോത്സവത്തിന് തുടക്കമായി. സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. കുണ്ടിയംകോവിൽ സഹൃദയ കലാ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ 4ാമത് ഭരത് മുരളി നാടകോത്സവം സിനിമാ നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്തു. വളരെ ഗൗരവമുള്ള കളി ആയതുകൊണ്ടാണ് ഒരുപക്ഷെ നാടകം എന്ന് പറയുന്ന കല കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ കേരളത്തെ മുൻപന്തിയിലെത്തിക്കാൻ ഒരുപാട് നാടകക്കാർ ഇവിടെ ഒരുപാട് അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ C സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KP കണ്ണൻ, KP രാഘവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ T ദിവാകരൻ സ്വാഗതവും സഹൃദയ പ്രസിഡന്റ് PV സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ സന്തോഷ് കീഴാറ്റൂരിനെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് രംഗമിത്ര കോഴിക്കോടിന്റെ നാടകം ഉച്ചവെയിൽ കൂത്ത് അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ചന്തപ്പുര മാതമംഗലം റോഡിന് ശാപമോക്ഷമാകുന്നു. 4 മീറ്റർ മെക്കാഡം ടാറിംഗ് നടത്തുന്നതിനായി 3,20,00,000 രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി ലഭിച്ചതായി TV രാജേഷ് MLA അറിയിച്ചു. ഒരു പ്രധാന പാത തകരരുതാത്ത വണ്ണം പൊട്ടിപ്പൊളിഞ്ഞ് യാത്രാദുഷ്കരമായ റോഡാണ് ചന്തപ്പുര മാതമംഗലം റോഡ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മുറവിളി ശക്തമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നപ്പോൾ ഇനി റോഡ് നേരെയാവില്ലെന്ന് വരെ നാട്ടുകാർ ഉറപ്പിച്ചിരുന്നു. CKP റോഡ് എന്നറിയപ്പെടുന്ന ചെറുതാഴം, കുറ്റൂർ, പെരിങ്ങോം റോഡ്
ജില്ലയിലെ പഴക്കം ചെന്ന റോഡുകളിൽ ഒന്നാണ്. മലയോര മേഖലയായ ചെറുപുഴ, പാടിയോട്ടുചാൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും പെരിങ്ങോം CRPF ക്യാമ്പിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന പ്രധാന പാത കൂടിയായ ഈ റോഡിന്റെ ശോച്യാവസ്ഥയും ഇതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും നെറ്റ്വർക്ക് ചാനലും വാർത്തയാക്കിയിരുന്നു. ഇത്തരത്തിൽ ദീർഘനാളായി വിവിധ കോണുകളിൽ നിന്നുള്ള മുറവിളികൾക്കൊടുവിലാണ് റോഡിന് ശാപമോക്ഷമാകുന്നത്. കഴിഞ്ഞ തവണ MLA ഫണ്ട് ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നുവെങ്കിലും റോഡ് പിന്നെയും മോശമാവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന് മെക്കാഡം ടാറിങ്ങിനായി 3,20,00,000 രൂപ അനുവദിച്ചത്. പ്രവൃത്തി ഉടൻ തുടങ്ങാൻ സാധിക്കുമെന്ന് TV രാജേഷ് MLA പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ മേജർ ഡിസ്ട്രിക്ട് റോഡുകളൊന്നാണ് CKP റോഡ്, ചെറുതാഴംകുറ്റൂർ പെരിങ്ങോം റോഡ്. ഈ റോഡ് പൂർണ്ണമായും BMBC ആക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ചന്തപ്പുര വഴി BMBC ചെയ്തിട്ടുണ്ട്. ഇനി 4 കിലോമീറ്റർ കൂടി മാതമംഗലം വരെ BMBC ചെയ്യുന്നതിന് വേണ്ടി 3,20,00,000 രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി തുക കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടി ശക്തമായ ശ്രമം നടത്തുക. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ യാത്രക്കാരുടെ ദീർഘനാളായുള്ള ദുരിതത്തിനാകും അറുതിയാകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ലാത്ര. ക്രിസ്തുമസ് ദിവസമെത്തിയതോടെ ആശംസകൾക്കും പ്രിയമേറി. SMS-ഉം ഫേസ്ബുക്കും വാട്സപ്പും എത്തിയതോടെ പഴയതുപോലെയുള്ള കാർഡ് വിൽപ്പന കുറവാണ്. SMS-ഉം ഇമെയിലും ഫേസ്ബുക്കും വാട്സപ്പും വ്യാപകമായതോടെ അച്ചടി വർണ്ണങ്ങളിൽ ആശംസ കൈമാറുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഓരോരുത്തരുടെയും മനസ്സ് ഉൾക്കൊള്ളുന്ന വാചകങ്ങളും ചിത്രങ്ങളുമുള്ള കാർഡുകൾ തേടി നടക്കുന്ന കാലമുണ്ടായിരുന്നു. വിദ്യാർത്ഥികളും യുവാക്കളുമായിരുന്നു കാർഡ് വിപണിയിലെ ഉപഭോക്താക്കളിലേറെയും. തുറക്കുമ്പോൾ സംഗീതം പൊഴിക്കുന്ന കാർഡുകൾക്കും പുതുമയുണ്ടായിരുന്നു. വൈവിധ്യമുള്ള കാർഡുകൾ വരുത്താനും ഷോപ്പുകാർക്ക് താല്പര്യമില്ലാതായിരിക്കുകയാണ്. ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാനും കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ന് LED ബൾബുകൾ ഈ സ്ഥാനം കൈയടക്കി കഴിഞ്ഞു. കുറിയിട്ട 3-ാം നാൾ പാലമുറി. 22 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഐതിഹ്യ പെരുമയിൽ പാലമുറിക്കൽ ചടങ്ങ് നടന്നു. ആചാര്യാനുഷ്ഠാനികർ, ബാല്യക്കാർ, സംഘാടക സമിതി ഭാരവാഹികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കേണമംഗലം നമ്പിയുടെ തറവാട്ട് വളപ്പിലെ കൂറ്റൻ പാലമരമാണ് കുറിയിട്ട് 3-ാം നാൾ മുറിച്ചത്. ക്ഷേത്രാധികാരി തെക്കുംപാട് രാഘവനാചാരി പാലമരത്തിന് പ്രദക്ഷിണം വന്ന് പാലയ്ക്ക് കൊത്തിട്ടു. കന്നിക്കലവറ നിർമ്മാണത്തിനാണ് പാലമരം ഉപയോഗിക്കുന്നത്. ദേവീ ചൈതന്യത്തിന്റെ നിറസാന്നിധ്യം കളിയാട്ട നാളുകളിൽ കന്നിക്കലവറയിൽ ഉണ്ടാകുമെന്ന സങ്കല്പമാണ് പാലമുറിക്കൽ ചടങ്ങിന്റെ ഐതിഹ്യം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കരിവള്ളൂർ പെരളത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തിച്ചിരുന്ന പലഹാര നിർമ്മാണ യൂണിറ്റ് നാശത്തിന്റെ വക്കിൽ. മേൽക്കുര പൂർണ്ണമായും തകർന്നു. കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു DWCRA. ഈ പദ്ധതിക്ക് കീഴിൽ പെരളത്തും തുടങ്ങി ഒരു പലഹാര നിർമ്മാണ യൂണിറ്റ് സൗഹൃദ ഫുഡ് പ്രൊഡക്ട്സ്. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 25,000 രൂപ വെച്ചാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. 2005-ൽ അന്നത്തെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ പെടുമായിരുന്ന ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് KP സതീശചന്ദ്രൻ MLA ആയിരുന്നു. പിന്നീട് പടിപടിയായി പാത്രങ്ങൾ, മേശ, കസേര എന്നിവയും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചു. പിന്നീട് 5 സെന്റ് സ്ഥലവും കെട്ടിടവും സ്വന്തമായി ഉണ്ടായി. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം പിന്നീട് തകർച്ചയിലേക്ക് നീങ്ങി. 2008-ഓടെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. മേൽക്കൂര കാറ്റിലും മഴയിലും തകർന്നുകൊണ്ടിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഈ വഴി ശ്രദ്ധിക്കാതെയായി. നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണ് ഇന്ന് ഈ സ്ഥലം. കെട്ടിടം ഉപയോഗമൊന്നുമില്ലാതെ നശിക്കുകയാണ്. പെരളം കിഴക്കേ വയൽപ്പാടശേഖരത്തിന് ഈ സ്ഥലം വിട്ടുകൊടുക്കുകയാണെങ്കിൽ കാർഷികാവശ്യത്തിന് ഉപയോഗിക്കാൻ അവർ തയ്യാറാണ്. അറ്റകുറ്റപ്പണി നടത്താനും തങ്ങൾ റെഡിയാണെന്നും ഇവർ പറയുന്നു. പിന്നീട് സ്ത്രീകളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലേക്ക് വഴിമാറി പോയതുകൊണ്ട് ആ പലഹാര യൂണിറ്റ് പ്രവർത്തനം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്ന് ഒരു മഴക്കാലത്ത് വലിയ നിലയിലുള്ള കാറ്റും മഴയും വന്ന് ഈ വർക്ക് ഷെഡിൻ്റെ മേൽപ്പുര ആകെ പാറിപ്പോവുകയും പിന്നീട് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിലയിലേക്ക് എത്തിയാണ് ഉണ്ടായത്. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തിരിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
സന്ദർശകർക്ക് പ്രിയങ്കരരായി ദിനോസറുകൾ. ദിനോസറുകൾ എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് ഉണ്ടാകാറുള്ളതെങ്കിലും ദൃശ്യ പയ്യന്നൂർ കാർണിവൽ നഗരിയിലെത്തുന്നവർക്ക് അനുഭവം നേരെ തിരിച്ചാണ്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ദിനോസറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പൊതുവെ ഭയമാണ്. പക്ഷേ ദൃശ്യ പയ്യന്നൂർ കാർണിവൽ നഗരിയിലെത്തുന്നവർക്ക് അനുഭവം നേരെ തിരിച്ചാണ്. കാർണിവലിൽ 20,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന റോബോട്ടിക് ആനിമൽ ജുറാസിക് പാർക്ക് കാണികളുടെ മനം കവരുകയാണ്. കുട്ടികളെ ഉദ്ദേശിച്ചാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നതെങ്കിലും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട് ഈ റോബോട്ടിക് വിസ്മയം. മൃഗങ്ങളുടെ ചലനങ്ങളും ശബ്ദവും സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. തമിഴ്നാട് നാഗർകോവിൽ സ്വദേശിയായ എഫ് ഫാറൂഖ് ഭായിയുടെ ആശയത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ പാർക്ക്. ചലനാത്മകമായ മൃഗങ്ങളുടെ മാതൃക മലബാറിൽ ആദ്യമായാണ് ഒരുക്കിയിരിക്കുന്നത്. മൃഗങ്ങളുടെ രൂപങ്ങൾ നിർമ്മിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട് വർഷം 25ഓളമായെങ്കിലും 4 വർഷം മുൻപാണ് ആനിമൽ ജുറാസിക് പാർക്ക് ആരംഭിച്ചത്. നെറ്റിപ്പട്ടം കെട്ടിയ ആനകളുടെ പുറത്തുനിന്ന് വെഞ്ചാമരവും ആലവട്ടവും വീശുന്നവരാണ് നഗരിയിലേക്ക് കാഴ്ചക്കാരെ സ്വീകരിക്കുന്നത്. ചെണ്ടമേളവും സ്വീകരണത്തിന് കൊഴുപ്പേകുന്നു. ദിനോസറുകൾക്ക് പുറമെ കങ്കാരു, കാട്ടുപോത്ത്, ജിറാഫ്, സിംഹം, കുതിര, മുറ്റത്ത് മാനുകൾ മേയുന്ന ആദിവാസി കുടിലും മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. കാടിൻ്റെ അന്തരീക്ഷത്തിലാണ് മൃഗങ്ങളെ സജ്ജീകരിച്ചിരിക്കുന്നത്. ആനകളുടെ ചിഹ്നംവിളിയും സിംഹത്തിൻ്റെ ഗർജനവും കാട്ടുപോത്തിൻ്റെ അമറലും പുതിയ അനുഭവം തന്നെയാണ് സന്ദർശകർക്ക് നൽകുന്നത്. ഫാറൂഖ് ഭായിയുടെ നേതൃത്വത്തിൽ 25 പേരടങ്ങുന്ന സംഘമാണ് ഈ പാർക്കിന് പിന്നിൽ. 18ഓളം വന്യമൃഗങ്ങൾ, അവയുടെ ശബ്ദത്തിലും അതുപോലെ തന്നെ മൂവിംഗ് റോബോട്ട് ആനിമൽസ് എന്ന രീതിയിലാണ് അത് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ മലബാറിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള സ്വദേശി ഫറൂഖ് ഭായ് എന്ന ഒരു ആർട്ടിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏകദേശം 10-30ഓളം ആളുകൾ കഴിഞ്ഞ 10-20 ദിവസത്തെ ഒരു വലിയ പ്രയത്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ ഇത്തരമൊരു പാർക്ക് രൂപീകരിച്ചത്. കാർണിവൽ നഗരിയുടെ മനോഹരമായ കവാടമൊരുക്കിയതും ഈ സംഘം തന്നെയാണ്. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ടി.വി. രാജേഷ് എം.എൽ.എ. KSTP റോഡ് നിർമ്മാണ പ്രവൃത്തി എം.എൽ.എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ ടി.വി. രാജേഷ് എം.എൽ.എ. ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തി. താവം മേൽപ്പാലം, പാപ്പിനിശ്ശേരി മേൽപ്പാലം എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കും. രാമപുരം പാല നിർമ്മാണ പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞു. ചെറുകുന്ന് കതിരുവെക്കുംതറയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. ബസ് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി സർവീസ് നടത്തുന്നത്. മറ്റുള്ളവ ചെറുകുന്ന് അമ്പലം റോഡ് വഴിയാണ് കടന്നുപോകുന്നത്. വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കാൻ സാധിച്ചു. 10 ദിവസത്തിനകം ചെറുകുന്ന് കതിരുവെക്കുംതറയിലെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് KSTP അധികൃതർ അറിയിച്ചതായി ടി.വി. രാജേഷ് എം.എൽ.എ. പറഞ്ഞു. വർക്ക് ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ബഹുമാനായ പൊതുമരാമത്ത് മന്ത്രി നൽകിയിട്ടുള്ള മറുപടി. അതോടൊപ്പം നമ്മുടെ ചെറുകുന്ന് തറയിൽ ഈ കഴിഞ്ഞ ദിവസം പ്രവൃത്തി ആരംഭിച്ചു. 15 ദിവസത്തിനുള്ളിൽ ചെറുകുന്ന് തറ ടൗണിലെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള മറുപടി. പിലാത്തറ മുതൽ പഴയങ്ങാടി വരെ നിർമ്മാണ പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു. 1 വർഷത്തിനകം KSTPയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഭീമൻ പുൽക്കൂട് ഒരുങ്ങി. കുറ്റൂർ കണ്ണാടിപ്പൊയിലെ തോമസ് കാക്കശ്ശേരിയാണ് പുൽക്കൂട് ഒരുക്കിയത്. 2 ദിവസത്തെ കഠിന പരിശ്രമത്തിലൂടെയാണ് 4 മീറ്റർ വീതിയിലും 4.5 മീറ്റർ നീളത്തിലുമുള്ള ഭീമൻ പുൽക്കൂട് നിർമ്മിച്ചത്. യേശുദേവന്റെ തിരുപ്പിറവി അനുസ്മരിപ്പിക്കും വിധം ഉണ്ണിയേശു, മാതാവ്, മാലാഖമാർ ഉൾപ്പെടെ മനോഹരമായാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. മുന്നിലായി സാന്റാക്ലോസിനെയും ഒരുക്കിയിട്ടുണ്ട്. മഞ്ഞു വീഴുന്ന കുന്നുകളും പ്രകൃതിയും പുൽക്കൂടിന്റെ സൗന്ദര്യം വിളിച്ചോതുന്നു. കുടുംബാംഗങ്ങളുടെ സഹകരണവും പരിപൂർണ പിന്തുണയുമാണ് ഇത്തരത്തിലൊരു ഭീമൻ പുൽക്കൂട് ഒരുക്കാൻ പ്രചോദനമായതെന്ന് തോമസ് പറയുന്നു. ഞാൻ അച്ഛനും കൂടി ആക്കിയതാ
എല്ലാ ക്രിസ്മസിനും നമ്മൾ ഇതേപോലെ ആക്കലുണ്ട്. അപ്പം പെങ്ങന്മാരെല്ലാം സഹായിക്കും, അമ്മച്ചി സഹായിക്കും. എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ ചെയ്യുന്നതാണ്. ഈ വർഷം നെറ്റ്വർക്കുകാർ വന്നപ്പം അവർ വന്ന് പിടിച്ചു. ഇതെല്ലാം പള്ളിയിൽ നമ്മൾ ആക്കലുണ്ട്. പുൽക്കൂട് അച്ഛനിപ്പം പള്ളിയിൽ പോയിട്ടോ പുൽക്കൂട് ആക്കാൻ വേണ്ടി. പുൽക്കൂടിനെ കുറിച്ചറിഞ്ഞ് നിരവധി പേരാണ് തോമസിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഒളവറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നബിദിനാഘോഷയാത്രയ്ക്ക് ഒളവറ മുണ്ടേക്കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി. ഒളവറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നബിദിന ഘോഷയാത്രയ്ക്ക് ശ്രീ ഒളവറ മുണ്ടേക്കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി. മധുരപാനീയങ്ങളും പലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. പരിപാടിയിൽ ദേവസ്വം പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, വിവിധ സബ് കമ്മിറ്റികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിഷരഹിത പച്ചക്കറിക്കായി ഗ്രാമവേദി കൂട്ടായ്മ. നടീലുത്സവം പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷൻ ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമവേദി മൂരിക്കോവിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷി നടീലുത്സവം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംരംഭം ഒരു മാതൃകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ യുവജനങ്ങൾക്കും സംഘടനകൾക്കും ഒക്കെ മാതൃകയായിട്ടുള്ള സംരംഭമാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇനി ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ കാർഷിക രംഗത്ത് മുന്നോട്ട് പോകാവൂ. ഞാനിപ്പോൾ ഇന്നലെയും ഇനിയാണ് പുതിയ മുനിസിപ്പൽ ചെയർമാൻമാർക്കുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ചർച്ച ചെയ്തിട്ടുള്ള ഞങ്ങൾക്കുള്ള നിർദ്ദേശം ഗ്രൂപ്പ് സംരംഭങ്ങൾ ഈ രംഗത്ത് പരമാവധി പ്രോത്സാഹിപ്പിച്ചു. തികച്ചും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് ജൈവ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ചീര, വെണ്ട, പയർ, കക്കിരി, വെള്ളരി, കുമ്പളം, ചിരങ്ങ എന്നിവയാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത്. നഗരസഭാ കൗൺസിലർമാരായ ഷിനി KP, പോത്തേരകൃഷ്ണൻ, ജൈവ കർഷകൻ KBR കണ്ണൻ, രാമന്തലി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ്, കരിപ്പിരി ബാലൻ, T അജിത് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രാമവേദി സെക്രട്ടറി രാജേഷ് ബാബു, പ്രസിഡന്റ് മിഥുൻ T, വിനോദ് കുലേരി, സുരേഷ് കുമാർ തായമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് ജനുവരി 4-ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണ യോഗം KSRTC ഡിപ്പോയിൽ നടന്നു. KSRTC ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജനുവരി 4-ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം KSRTC ഡിപ്പോയിൽ നടന്നു. പരിപാടിയുടെ നടത്തിപ്പിനായി C കൃഷ്ണൻ MLA ചെയർമാനും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോൽ വൈസ് ചെയർമാനുമായുള്ള 101 കമ്മിറ്റിയും രൂപീകരിച്ചു. കോൺക്രീറ്റ് യാർഡിന്റെ ഉദ്ഘാടനം P കരുണാകരൻ MP നിർവഹിക്കും. സംഘാടക സമിതി യോഗത്തിൽ സോണൽ ഓഫീസർ സഫറുള്ള, ATO ബാബുക്കുട്ടൻ, കൺട്രോളിംഗ് ഓഫീസർ ഷാജി വർഗീസ്, സൂപ്രണ്ട് ജഗന്നാഥൻ എന്നിവർ സംബന്ധിച്ചു. ഇത് സരസ്വതിയുടെ കാലമല്ലെന്നും യന്ത്ര സരസ്വതിയുടെ കാലമാണെന്നും നോവലിസ്റ്റ് CV ബാലകൃഷ്ണൻ. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 രജത ജൂബിലി ആഘോഷ ഭാഗമായി നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സതീർത്ഥ്യം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സരസ്വതിയുടെ കാലമല്ല, യന്ത്ര സരസ്വതിയുടെ കാലമാണെന്ന് പറയുന്നു. യന്ത്ര സരസ്വതിയുടെ കാലമാണ്. ഓർമ്മകൾ ഒക്കെ അവിടെ ശേഖരിച്ച് വെക്കാവുന്നതാണ്, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നത്. ഇത് ഓർമ്മകളാണ് പുസ്തകങ്ങളിൽ സമാഹരിച്ചിട്ടുള്ളത്. പക്ഷെ പുസ്തകങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്നാണ് പുതിയ കാലത്ത് പറയുന്നത്. സ്വാതന്ത്ര്യ സമര നായകൻ AV കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിൽ 1958 കരിവള്ളൂരിൽ സ്ഥാപിച്ച ഈ സ്കൂൾ ഇതേ വർഷം ജൂൺ 24-നാണ് ഔപചാരികമായി പ്രവർത്തനമാരംഭിച്ചത്. പ്രീ ഡിഗ്രി ഡീലിംഗിന്റെ ഭാഗമായി 1991 ഇവിടെ +2 കോഴ്സിന്റെ ആദ്യ ബാച്ച് ആരംഭിച്ചു. ഔദ്യോഗികമായി 1991 സെപ്റ്റംബർ 9-ന് 60 പേരുള്ള സയൻസ് ബാച്ചാണ് ആരംഭിച്ചത്. 1997-98 അധ്യയന വർഷം രണ്ടാമത്തെ ബാച്ചും തുടങ്ങി. ഈ കാലഘട്ടത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ പ്രഥമ പരിഗണന നൽകിയത് കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. +2 സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ 1991 മുതൽ 2015 വരെയുള്ള +2 പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. വ്യത്യസ്ത ബാച്ചുകളിൽ നിന്നായി നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംബന്ധിച്ചു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രജത ജൂബിലി സംഘാടക സമിതി ചെയർമാനുമായ M രാഘവൻ അധ്യക്ഷനായി. ചടങ്ങിൽ തിരുവനന്തപുരം ഐസറിലെ രസതന്ത്ര വിഭാഗം തലവൻ ഡോക്ടർ കാന M സുരേശൻ മുഖ്യാതിഥിയായിരുന്നു.
PTA പ്രസിഡന്റ് P. കുഞ്ഞികൃഷ്ണൻ, പ്രിൻസിപ്പൽ P. അജിത, ജില്ലാ പഞ്ചായത്ത് മെമ്പർ P. ജാനകി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. വി. നാരായണൻ മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ചന്ദ്രൻ മാസ്റ്റർ, വാർഡ് മെമ്പർ C. K. നിർമ്മല, ഹെഡ്മിസ്ട്രസ് K. R. നിർമ്മല, P. E. മനോജ് കുമാർ, T. P. പ്രമോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ വിദ്യാലയ ഓർമ്മകൾ പങ്കുവച്ചു. അലുമിനി അസോസിയേഷൻ രൂപീകരണവും നടന്നു. ജനുവരി മാസങ്ങളിൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും സ്കൂളിന്റെ 58ാം വാർഷികാഘോഷ കലാപരിപാടികൾ, ബാച്ച് തിരിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ തുടങ്ങിയവ നടക്കും. പ്രഗത്ഭരായ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചേർത്ത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദമായ ഒരു ഹയർ സെക്കൻഡറി അക്കാദമി കൌൺസിൽ രൂപീകരിക്കാനും സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തൃക്കരിപ്പൂർ തങ്കയം ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി നബിദിന ദിവസം രാവിലെ പായസ വിതരണം നടത്തി. തൃക്കരിപ്പൂർ തങ്കയം ഇസ്സത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി വർഷങ്ങളായി നടത്തിവരുന്ന നബിദിന ദിവസം രാവിലെ നടക്കുന്ന പായസ വിതരണം മറ്റു വിഭാഗം മതവിശ്വാസികളെയും ഉദ്ദേശിച്ച് നടത്തുന്നതാണ്. തങ്കയം പ്രദേശത്തുകാരനായ ബാലനാണ് വർഷങ്ങളായി ഈ പാൽപ്പായസം തയ്യാറാക്കുന്നത്. ₹1 പോലും പ്രതിഫലം വാങ്ങാതെ നബിദിന ദിവസം എല്ലാ വർഷവും കൃത്യമായി ഓർമ്മിച്ചു വന്ന് ബാലേട്ടൻ ഉണ്ടാക്കുന്ന ഈ പായസത്തിനും ഇരട്ടി മധുരമാണ്. മതേതരത്വത്തിന് മാതൃകയാവുകയാണ് ഈ പായസ വിതരണം. രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിന്റെ ഭാഗമായി ഉളിയത്തുകടവിലെ ചരിത്ര സ്മാരകം ശുചീകരിച്ചു. 50ഓളം വളണ്ടിയർമാർ രാവിലെ 7 മണി മുതൽ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി. ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹം നടന്ന പയ്യന്നൂരിൽ അതിന്റെ ഓർമ്മക്കായി സ്ഥാപിച്ച ഉളിയത്തുകടവിലെ ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്ക് സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. കാട് പിടിച്ചു കിടക്കുന്ന ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട കേന്ദ്രം കൂടിയായിരിക്കുകയാണ്. സംരക്ഷണമില്ലാതെ നശിക്കുന്ന ചരിത്രഭൂമികയായ ഇവിടം രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരിച്ചു. കോമ്പൗണ്ടിനുള്ളിലെ കാടുകളും പുല്ലുകളും വെട്ടിവൃത്തിയാക്കി. പ്ലാസ്റ്റിക് കുപ്പികളും നീക്കം ചെയ്തു. ഒളിയത്ത് കടവ് ഇവിടേക്ക് മാർച്ച് നടത്തി. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഇവിടെ മദ്യപിച്ചിട്ട് കിടക്കുന്ന മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക്കുകളും ഇവിടെ എല്ലാം അഴുകി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നി ഇവിടെ ഇങ്ങനെ ഒരു കിടക്കുന്നത് കണ്ടപ്പോൾ. ഇത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് പൊതുജനത്തിന്റെയും ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത് ചെയ്യണം എന്നുള്ളത് ഇത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. മദ്യക്കുപ്പികളും മറ്റുമായിരുന്നു ചുറ്റും. എല്ലാ ആഴ്ച തോറും ഇവിടെ ആളുകൾ വൃത്തിയാക്കാൻ വരലുണ്ട് എന്നായിരുന്നു ചുറ്റുമുള്ളവർ പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇവിടെ കാണുന്നുണ്ടായിരുന്നില്ല. മുഴുവൻ കാടുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായിരുന്നു. ഇന്നലെ വരെ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരിൽ നിന്നും യാതൊരു മാറ്റവും ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ അളവിൽ കുറഞ്ഞു കണ്ടിട്ടില്ല. 50ഓളം വാളണ്ടിയർമാർ ചേർന്നാണ് വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ ആരംഭിച്ച പ്രവർത്തനം ഉച്ചയോടെ സമാപിച്ചത്. പയ്യന്നൂർ ശ്രീ പടോളി ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവം 2016 ഏപ്രിൽ 27 മുതൽ മെയ് 3 വരെ നടക്കും. മുന്നോടിയായി ജനുവരി 3 ഞായറാഴ്ച ധനസമാഹരണ ഫണ്ട് ഉദ്ഘാടനവും വിവിധ മത്സരങ്ങളും കുടുംബസംഗമവും നടക്കും. പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2016 ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി 2016 ജനുവരി 3 ഞായറാഴ്ച വൈകിട്ട് ധനസമാഹരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ക്ഷേത്രം പ്രസിഡന്റ് CV ഗോപിനാഥന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിക്കും. ചടങ്ങിൽ ഉത്സവാഘോഷ കമ്മിറ്റി രക്ഷാധികാരിയായ കാവുന്താഴ ബാലകൃഷ്ണനിൽ നിന്നും ക്ഷേത്ര മേൽക്കോയ്മ ഗിരീശൻ തിരുമുൻപ് ആദ്യ സംഭാവന ഏറ്റുവാങ്ങും. അന്ന് രാവിലെ മുതൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ മത്സരങ്ങളും നടത്തും. സമാപന സമ്മേളനത്തിൽ മത്സര വിജയികൾക്ക് കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M. പ്രദീപ് കുമാർ സമ്മാനങ്ങൾ നൽകും. രാവിലെ 10 മണി മുതൽ കുടുംബസംഗമവും വിവിധ മത്സരങ്ങളും നടക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9847500196 9495372568 എന്നീ നമ്പറുകളിൽ 2015 ഡിസംബർ 31 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. CV ഗോപിനാഥ്, ജയപ്രകാശൻ K, MV കരുണാകരൻ, KP കൃഷ്ണൻ, TK രാമകൃഷ്ണൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുവാമ്പ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ സ്വാലത്ത് വാർഷികവും മിലാദാഘോഷവും സംഘടിപ്പിച്ചു. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായാണ് പരിപാടി നടന്നത്. ബുധനാഴ്ച നടന്ന സ്വലാത്ത് മജ്ലിസിന് യൂസഫ് അൽഫാലിലി ചെമ്മാട് നേതൃത്വം നൽകി. വ്യാഴാഴ്ച നടന്ന നബിദിന ആഘോഷങ്ങൾക്ക് പ്രസിഡന്റ് K. ഹംസക്കുട്ടി പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്.
തുടർന്ന് മസ്ജിദിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചോരൻ, പുതിയവയൽ, ഓലയമ്പാടി, മൂലവയൽ എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് മൗലീദ് പാരായണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പ്ലാത്ര. ചെറുവത്തൂർ അയ്യപ്പ ഭജനമഠം അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ 25-ന് തുടങ്ങും. അവിടെ വിപുലമായിട്ടുള്ള രീതിയിൽ പാലക്കം പെഴുന്നള്ളത്ത്, ആര്യപൂജ, അതുപോലെ അയ്യപ്പൻ വിളക്ക് മുതലായ പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് മഠത്തിന്റെ ഭാരവാഹികളും ചെറുവത്തൂർ ശ്രീ അയ്യപ്പ ഭജന മഠത്തിന്റെ 38ാം വാർഷികവും പാലക്കൊമ്പ് എഴുന്നള്ളത്തും ആഴിപൂജയും ഡിസംബർ 25-26 തീയതികളിൽ PV രാഘവൻ ഗുരുസ്വാമികളുടെ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങളോടെ ആഘോഷിക്കും. ഡിസംബർ 25-ന് വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് ഗണപതി ഹോമവും പിന്നീട് ഉഷപൂജ, ഉച്ചപൂജ, ദീപാരാധന, വൈകിട്ട് വാദ്യമേളവും അരങ്ങേറും. തുടർന്ന് 50 വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയ ചെറുവത്തൂർ ശ്രീ അയ്യപ്പ ഭജന മഠത്തിലെ ഗുരുസ്വാമി PV രാഘവൻ മാസ്റ്ററെ ആദരിക്കും. പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്യും. K. കരുണാകരൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് ബോധചൈതന്യ സ്വാമികളുടെ ആധ്യാത്മിക പ്രഭാഷണവും നൃത്തസന്ധിയും ഭക്തിഗാനമേളയും അരങ്ങേറും. ഡിസംബർ 26-ന് രാത്രി 7 മണിക്ക് മേൽമട്ടലായി മഹാശിവക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളത്ത് നടക്കും. രാത്രി 10 മണിക്ക് ആഴിപൂജയും പ്രസാദ വിതരണവും ഭിക്ഷയും നടക്കുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. രാജീവനൻ, K. കുമാരൻ മാസ്റ്റർ, കൃഷ്ണൻ C, ദേവേന്ദ്രൻ K. കരുണാകരൻ, സജീവൻ മാച്ചിവയൽ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ ക്രിസ്തുമസ് ആശംസകളാണ് ഇന്നത്തെ മാറ്റൊലിയിൽ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ക്രിസ്മസ് കൂടി വന്നു. എല്ലാ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. എല്ലാ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പീഡിതരുടെയും വിമോചന സ്വപ്നങ്ങളുടെ യേശുദേവന്റെ ഓർമ്മ തിരുനാളായ ക്രിസ്മസ് സമാധാനത്തിന്റെ ഉത്സവമാണ്. മനുഷ്യ സ്നേഹമാണ് അതിൻ്റെ സന്ദേശം. കാരുണ്യത്തിൻ്റെ അടയാളം കൂടിയാണ് ക്രിസ്മസ്. മനുഷ്യ തമ്മിലുള്ള അകലം കൂടിക്കൂടി വരുന്ന പരസ്പര സ്നേഹവും സഹജീവിയോടുള്ള കാരുണ്യവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ ആഗോളീകരണ കാലത്ത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന ക്രിസ്മസിൻ്റെ സന്ദേശം ഇന്നേറെ പ്രസക്തമാണ്. എല്ലാ നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും ഒരു പുതിയ ക്രിസ്മസ് കൂടി നമ്മളെ വരവേൽക്കുകയാണ്. അപ്പോൾ നെറ്റ്വർക്ക് പ്രേക്ഷകർക്ക് എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകരക്ഷകനായ യേശുദേവന്റെ തിരുപ്പിറവിയുടെ സ്മരണയുമായി മറ്റൊരു ക്രിസ്തുമസ് കൂടി. അൽ-ഫലാഹ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മീലാദ് ഘോഷ നബിദിനം. വിവിധ കേന്ദ്രങ്ങളിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും. BJP പ്രവർത്തകന്റെ കുടുംബത്തെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. പൊട്ടിയൊലിച്ച് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പുര. അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം വ്യാപകം. ചന്തപ്പുര മാധവമംഗലം റോഡിന് ശാപമോക്ഷമാകുന്നു. 4 മീറ്റർ മെക്കാഡം ടാറിംഗ് നടത്തുന്നതിനായി 3,20,00,000 രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി. ഈ ബുള്ളറ്റിനോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.